നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ബേസിക്സ് ആൻഡ് ഇമ്പോർട്ടൻസ് ഓഫ് എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നോക്കാം. ERP ഇൻട്രൊഡക്ഷൻ, മൊഡ്യൂൾസ് ഇൻ ERP സിസ്റ്റം, ബെനിഫിറ്റ്സ് ഓഫ് ERP സിസ്റ്റം ഇൻ ആൻ ഓർഗനൈസേഷൻ, അഡ്വാൻറ്റേജസ് ആൻഡ് യൂസസ്. അപ്പോൾ ആദ്യം നമുക്ക് ERP ഇൻട്രൊഡക്ഷൻ നോക്കാം. അപ്പോൾ ഏതൊരു ഇൻഡസ്ട്രി ആയിക്കോട്ടെ അല്ലേ, അവിടുത്തെ മാനേജേഴ്സ് ഒരുപാട് ചാലഞ്ചസ് ഫേസ് ചെയ്യേണ്ടി വരും അല്ലേ. അതായത് അവിടെ കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ്, അതായത് പ്രൊഡക്റ്റിന്റെ മുകളിൽ വരുന്ന കോസ്റ്റ് ആൻഡ് പ്രോഫിറ്റ് അനലൈസ് ചെയ്യണം. അതേപോലെ തന്നെ ബിസിനസ് എൻവിറോൺമെന്റ് എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ചേഞ്ച് ചെയ്യുന്ന ബിസിനസ് എൻവിറോൺമെന്റിന്റെ ഒപ്പം തന്നെ ഫ്ലെക്സിബിൾ ആയിട്ട് മൂവ് ഓൺ ചെയ്യണം. പിന്നെ ഇവർ ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് അക്യുറേറ്റ് ഇൻഫോർമേഷൻസ് ലഭിക്കാനുള്ള ബുദ്ധിമുട്ട്. പിന്നെ അതേപോലെ തന്നെ ബിസിനസ് പ്രാക്ടീസസ് ഈസി ആക്കാൻ വേണ്ടിയിട്ടുള്ള ബിസിനസ് ആപ്ലിക്കേഷൻ്റെ കുറവ്. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഈ ഒരു മാനേജേഴ്സ് ഫേസ് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ ഉള്ളൊരു ബെറ്റർ സൊല്യൂഷനാണ് നമ്മുടെ ഒരു ERP എന്ന് പറയുന്നത്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ERP സോഫ്റ്റ്വെയറിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഓർഗനൈസേഷൻ അവരുടെ നീഡ്സ് ടാക്കിൾ ചെയ്യാനും ഓർഗനൈസേഷൻ അവരുടെ ഗോൾസ് മീറ്റ് ചെയ്യാനും, ആ ഒരു ഗോൾസ് എന്ന് പറയുന്നത് ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫങ്ഷൻസ് അനുസരിച്ചാണോ ആ ഒരു ഗോൾസ് മീറ്റ് ചെയ്തിരിക്കുന്നത് എന്നറിയാനും ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ERP സോഫ്റ്റ്വെയറിൻ്റെ മെയിൻ പേർപ്പസ് എന്ന് പറയുന്നത് തന്നെ ഒരു ബിസിനസ് ഫങ്ഷൻസ്, അതായത് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന എല്ലാ ബിസിനസ് ഫങ്ഷൻസും ആ ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിലായിട്ട് ആ ഒരു ഇൻഫോർമേഷൻസ് ഫ്ലോ ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഔട്ട്സൈഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ഓർഗനൈസേഷൻ കണക്ഷൻസ് മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നമുക്കറിയാം ഒരു ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സ് വരും, ഡിഫറെൻറ്റ് ഫങ്ഷൻസ് വരും അല്ലേ. അപ്പോൾ ഇതെല്ലാം കൂടി ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇതെല്ലാം കൂടി ഒരു സിംഗിൾ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ERP സോഫ്റ്റ്വെയർ കറക്റ്റായിട്ട് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അത് കോസ്റ്റ് എഫക്റ്റീവ് ആയിരിക്കും. അതേപോലെ തന്നെ ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞില്ലേ. അതുകൊണ്ട് തന്നെ എന്താണ് ഡിഫറെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ്സിന് എന്താണ് വൺ അനദർ ആയിട്ട് ഈച്ച് അതർ ആയിട്ട് ഇൻഫോർമേഷൻസ് ഷെയർ ചെയ്യാനും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അടുത്ത പറഞ്ഞ ബേസിക് ഇൻഫോർമേഷൻ ഓൺ ERP എന്നാണ്. ERP എന്ന് പറയുന്നത് എന്താണ്, എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ്. ഒരു കമ്പനീനെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനീസിൻ്റെ കീ ബിസിനസ് എലമെൻറ്റ്സ് എല്ലാം മാനേജ് ചെയ്യാൻ ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇവിടെ ഒരു 3 എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഫസ്റ്റ് എക്സാമ്പിൾ പറയുന്നത് ഒരു ഷോപ്പിലെ ഫ്ലോർ മാനേജർ ഈ ഒരു ERP യൂസ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഫ്ലോർ മാനേജർക്ക് ആ ഒരു പ്രൊഡക്ഷൻ ഓർഡർ സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു HR മാനേജറാണ് ഈ ഒരു ERP സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നതെങ്കിൽ അവർക്ക് പേറോൾ റിക്വസ്റ്റ് പ്രോസസ്സ് ചെയ്യാനും അതേപോലെ തന്നെ എംപ്ലോയീസ് ഇൻഫോർമേഷൻസ് ആക്സസ് ചെയ്യാനും സാധിക്കും. അതേപോലെ തന്നെ ഈവൻ ഒരു ട്രക്ക് ഡ്രൈവറാണ് ഈ ഒരു ERP സോഫ്റ്റ്വെയർ ഡ്രൈവ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്താണ് ഷിപ്മെൻറ്റ് സ്റ്റാറ്റസ് അപ്ഡേറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ERP സോഫ്റ്റ്വെയറിൻ്റെ സ്കോപ്പ് ആൻഡ് യൂസ് എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്, അതിന് ബൗണ്ടറീസ് ഇല്ല. പിന്നെ പറയുന്ന ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന റിലേഷണൽ ഡാറ്റാബേസുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ എന്താണ് ബിസിനസ് ട്രാൻസാക്ഷൻസിൽ നിന്നും ഇൻഫോർമേഷൻസ് ഗ്യാദർ ചെയ്തിട്ട് അതൊരു ഡാറ്റ ടേബിളിലേക്ക് അറേഞ്ച് ചെയ്യുകയാണ്. പിന്നെ ഈ ഒരു ഡാറ്റ ടേബിൾസ് അതായത് ഈ ഒരു ഡാറ്റാസ് ഓട്ടോമാറ്റിക്കലി അവിടെ ഓർഗനൈസ് ചെയ്തിട്ട് അതിൻ്റെ ഫൈനൽ ഇൻഫോർമേഷൻസ് യൂസേഴ്സിലേക്ക് പ്രൊവൈഡ് ചെയ്യുകയാണ്. ഇവിടെ യൂസേഴ്സിന് എന്താണ് ആ ഒരു ഡാറ്റാസ് എല്ലാം പെട്ടെന്ന് തന്നെ അനലൈസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. പിന്നെ പറയുന്നത് എന്താണ് ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ നമുക്ക് റിയൽ ടൈം ബിസിനസ് ട്രാൻസാക്ഷൻസ് എല്ലാം വിസിബിൾ ആവുന്നതാണ്. അതേപോലെ തന്നെ എന്താണ് ഇവിടെയുള്ള ഇൻഫോർമേഷൻസ് എന്ന് പറഞ്ഞാൽ എല്ലാം അപ് ടു ഡേറ്റ് ആണ്, എല്ലാം അപ് ടു ഡേറ്റ് ഇൻഫോർമേഷൻസ് ആയിരിക്കും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ പെട്ടെന്ന് വരുന്ന ചേഞ്ചസിനോട് പെട്ടെന്ന് തന്നെ ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാനും ബിസിനസ്സിന് ഈ ഒരു ERP ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ERP സോഫ്റ്റ്വെയറിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്ന ആ ഒരു ബിസിനസ്സിൻ്റെ ഉള്ളിലായിട്ട് മാത്രം ഒതുങ്ങുന്നില്ല. ആ ഒരു വിസിബിലിറ്റി എന്ന് പറയുന്നത് ലിമിറ്റ്ലെസ് ആണ്. അവിടെ നമുക്ക് എന്താണ് ഔട്ട്സൈഡ് പാർട്ടീസുമായിട്ട്, അതായത് ഔട്ട്സൈഡ് സപ്ലയേഴ്സ്, പാർട്ട്നേഴ്സ്, കാരിയേഴ്സ്, അത് ഇൻവെസ്റ്റഡ് പാർട്ടീസുമായിട്ട് എന്താണ് ഡാറ്റാസ് കണക്ട് ചെയ്യാനും ഷെയർ ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് പറയുന്നത് വാട്ട് ആർ സം ഓഫ് ദി മോസ്റ്റ് കോമൺ മൊഡ്യൂൾസ് ഫൗണ്ട് ഇൻ ആൻ ERP സിസ്റ്റം. അപ്പോൾ ഈ ഒരു എൻ്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഒരു എൻ്റർപ്രൈസിൻ്റെ ടോപ്പ് ടു ഡൗൺ വരെ വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു ERP സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഇവിടെ ഒരു എംപ്ലോയിൻ്റെ പേയ്മെൻറ്റ് മുതൽ ആ ഒരു എൻ്റർപ്രൈസിൽ വരുന്ന ഈച്ച് ആൻഡ് എവറി ആക്ടിവിറ്റീസ് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഈ ഒരു സിസ്റ്റം കൊണ്ട് സാധിക്കും.
ഈ ഒരു ERP യിൽ എന്താണ് ക്രോസ് ഫങ്ഷണൽ ഇതൊരു ക്രോസ് ഫങ്ഷണൽ സോഫ്റ്റ്വെയറും കൂടിയാണ്. അതായത് ഇവിടെ എന്താണ് ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ളിൽ വരുന്ന ബിസിനസ് പ്രോസസ്സ് എല്ലാം ഇവിടെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ ഒരു ഓർഗനൈസേഷനിൽ നമുക്കറിയാം ഒരുപാട് ഡിപ്പാർട്ട്മെന്റ്സും അതേപോലെ തന്നെ വാരിയസ് ഫങ്ഷൻസും വരുന്നുണ്ടല്ലേ. അപ്പോൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റ്സിനെല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യാനും ആ ഒരു ഫങ്ഷൻസിനെല്ലാം മാനേജ് ചെയ്യാനും ഈ ഒരു ERP സോഫ്റ്റ്വെയറിലൂടെ സാധിക്കുന്നതായിരിക്കും. പിന്നെ പറയുന്നത് എന്താ വെച്ചാൽ ഒരു മാർക്കറ്റിലാകുമ്പോൾ അവിടെ ഒരുപാട് വെൻഡേഴ്സ് വരുന്നില്ലേ. ഈ ഒരു ട്രഡീഷണൽ ERP സൊല്യൂഷൻസും അതേപോലെ തന്നെ ക്ലൗഡ് ബേസ്ഡ് ERP സൊല്യൂഷൻസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് വെൻഡേഴ്സ് വരും മാർക്കറ്റിൽ. ഏതൊരു ERP സോഫ്റ്റ്വെയർ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്താലും അതിൽ കോമൺ ആൻഡ് ബേസിക് ആയിട്ട് വരുന്ന കുറച്ച് മൊഡ്യൂൾസ് ഉണ്ട്. അപ്പോൾ ആ മൊഡ്യൂൾസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് ഹ്യൂമൻ റിസോഴ്സ്, സെക്കൻഡറി ഇൻവെൻട്രി, തേർഡ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ്, ഫോർത്ത് പർച്ചേസ്, ഫിഫ്ത്ത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ്, സിക്സ്ത് കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെന്റ്, സെവൻത്ത് എഞ്ചിനീയറിംഗ് ഓർ പ്രൊഡക്ഷൻ, എയ്ത്ത് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് നോക്കാം ഹ്യൂമൻ റിസോഴ്സ് മൊഡ്യൂൾ HR. ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മൊഡ്യൂൾ HR ടീമിനെ ഹെൽപ്പ് ചെയ്യും. എങ്ങനെയാണ് അവർക്ക് ഹ്യൂമൻ റിസോഴ്സ് എഫിഷ്യൻ്റ് ആയിട്ട് മാനേജ് ചെയ്യാൻ ഈ ഒരു ഹ്യൂമൻ റിസോഴ്സ് മൊഡ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു HR മൊഡ്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് എംപ്ലോയി ഇൻഫോർമേഷൻസ് മാനേജ് ചെയ്യാം, എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് ട്രാക്ക് ചെയ്യാം. എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് പറയുമ്പോൾ അതിൽ പെർഫോമൻസ് റിവ്യൂസ് വരും, അവരുടെ ഡെസിഗ്നേഷൻ, ജോബ് ഡിസ്ക്രിപ്ഷൻ, സ്കിൽ മെട്രിക്സ്, ടൈം ആൻഡ് അറ്റൻഡൻസ് ട്രാക്കിംഗ് ഒക്കെ വരും. അപ്പോൾ ഈ ഒരു HR മൊഡ്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് എന്താണ് എംപ്ലോയിൻ്റെ ഇൻഫോർമേഷൻസ് മാനേജ് ചെയ്യാം, അതേപോലെ തന്നെ എംപ്ലോയീസിൻ്റെ റെക്കോർഡ്സ് ട്രാക്ക് ചെയ്യാനും സാധിക്കും. ഈ ഒരു HR മൊഡ്യൂളിൽ വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സബ് മൊഡ്യൂൾ എന്ന് പറയുന്നത് പേറോൾ സിസ്റ്റമാണ്. ഈ ഒരു പേറോൾ സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് സാലറീസ് മാനേജ് ചെയ്യാനും പേയ്മെൻറ്റ് റിപ്പോർട്ട്സ് മാനേജ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ട്രാവൽ എക്സ്പെൻസ് ആൻഡ് റിയംബേഴ്സ്മെൻറ്റ് ട്രാക്കിംഗ് ആണ്. പിന്നെ പറയുന്നത് ഈ ഒരു എംപ്ലോയി ട്രെയിനിങ് ട്രാക്കിങ്ങും ഈ ഒരു ERPയിലൂടെ നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കും. ഇനി സെക്കൻഡ് മൊഡ്യൂൾ പറയുന്നത് ഇൻവെൻട്രി മൊഡ്യൂളാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻവെൻട്രി മൊഡ്യൂളാണ്. അപ്പോൾ ഈ ഒരു ഇൻവെൻട്രി മൊഡ്യൂളിൽ എന്താണ് ചെയ്യുന്നത്, ഇവിടെ സ്റ്റോക്ക് ഐറ്റംസ് ട്രാക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ ഐറ്റംസിനെല്ലാം ഒരു യുണീക്ക് സീരിയൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഐറ്റംസ് ഐഡൻറ്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്കൊരു യുണീക്ക് സീരിയൽ നമ്പേഴ്സ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു യുണീക്ക് നമ്പർ യൂസ് ചെയ്തിട്ട് ഒരു യുണീക്ക് നമ്പേഴ്സ് ഈ ഒരു ഇൻവെൻട്രി സിസ്റ്റത്തിൽ നമുക്ക് യൂസ് ചെയ്തിട്ട് ആ ഒരു ഐറ്റംസ് ട്രാക്ക് ചെയ്യാനും ആ ഒരു ഓർഗനൈസേഷനിൽ ആ ഒരു ഐറ്റം എവിടെയാണുള്ളതെന്ന് ട്രേസ് ചെയ്യാനും സാധിക്കും. ഇവിടെ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്. ഇവിടെ ഇപ്പം നമ്മളൊരു 100 ഹാർഡ് ഡിസ്ക് പർച്ചേസ് ചെയ്തു എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു ഇൻവെൻട്രി സിസ്റ്റം യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ഒരു അവിടെ എത്ര ഹാർഡ് ഡിസ്ക് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്, അത് എവിടേക്കാണ് ആ ഒരു ഓർഗനൈസേഷനിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്, ഇനി എത്ര ഹാർഡ് ഡിസ്ക് ആണ് അവിടെ ഇൻസ്റ്റാൾ ചെയ്യാനിരിക്കുന്നത് എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ഒരു ഇൻവെൻട്രി സിസ്റ്റം യൂസ് ചെയ്തിട്ട് അറിയാൻ സാധിക്കും. ഈ ഒരു ഇൻവെൻട്രി മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇൻവെൻട്രി കൺട്രോൾ, മാസ്റ്റർ യൂണിറ്റ്സ്, സ്റ്റോക്ക് യൂട്ടിലൈസേഷൻ റിപ്പോർട്ടിംഗ് എക്സെട്ര. പിന്നെ പറയുന്ന ഈ ഒരു ഇൻവെൻട്രി മൊഡ്യൂൾ എന്ന് പറഞ്ഞ പർച്ചേസ് മൊഡ്യൂളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ പറയുന്ന സെയിൽസ് മൊഡ്യൂളാണ്. സെയിൽസ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിലൊരു സെയിൽസ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഈ ഒരു സെയിൽസ് മൊഡ്യൂളിൽ മാനേജ് ചെയ്യാൻ സാധിക്കും. ഇതിൽ വരുന്ന സെയിൽസ് പ്രോസസ്സ് ഇതിൽ ഈ ഒരു സെയിൽസ് മൊഡ്യൂളിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന സെയിൽസ് പ്രോസസ്സസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് സെയിൽസ് ക്വറീസ് ആൻഡ് ഇൻക്വയറി അനാലിസിസ് ആൻഡ് ഹാൻഡ്ലിംഗ്, കൊട്ടേഷൻ ഡ്രാഫ്റ്റിംഗ്, ആക്സെപ്റ്റിംഗ് സെയിൽസ് ഓർഡേഴ്സ്, ഡ്രാഫ്റ്റിംഗ് സെയിൽസ് ഇൻവോയ്സ് വിത്ത് പ്രോപ്പർ ടാക്സേഷൻ, dispatch or shipment of material or service, tracking pending sales orders. ഈ all these sales transactions ഈ ഒരു സെയിൽസ് മൊഡ്യൂളിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ ഒരു CRM മൊഡ്യൂൾ ക്യാൻ ടേക്ക് ദ ഹെൽപ്പ് ഓഫ് ദ സെയിൽസ് മൊഡ്യൂൾ ഫോർ ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റി ക്രിയേഷൻ ആൻഡ് ലീഡ് ജനറേഷൻ. CRM മൊഡ്യൂൾ എന്ന് പറഞ്ഞ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മൊഡ്യൂളിന് ഈ ഒരു സെയിൽസ് മൊഡ്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് ഓപ്പർച്യൂണിറ്റീസ് ക്രിയേറ്റ് ചെയ്യാനും ജനറേറ്റ് ചെയ്യാനും സാധിക്കും. നെക്സ്റ്റ് വൺ പറയുന്നത് പർച്ചേസ് മൊഡ്യൂളാണ്. ഫോർത്ത് വൺ പറയുന്നത് പർച്ചേസ് മൊഡ്യൂളാണ്. പർച്ചേസ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, അതിൽ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് എല്ലാം എന്താണ് മാനേജ് ചെയ്യാൻ സാധിക്കും പർച്ചേസ് മൊഡ്യൂളിൽ. ഇവിടെ എന്താണ് റോ മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്യുന്ന മുതലുള്ള കാര്യങ്ങൾ ഇവിടെ മാനേജ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു പർച്ചേസ് മൊഡ്യൂളിൽ വരുന്ന ഫങ്ഷണാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സപ്ലയർ ഓർ വെൻഡർ ലിസ്റ്റിംഗ്, സപ്ലയർ ആൻഡ് ഐറ്റം ലിങ്കിങ്, സെൻഡിങ് കൊട്ടേഷൻ റിക്വസ്റ്റ് ടു വെൻഡേഴ്സ്, റിസീവിംഗ് ആൻഡ് റെക്കോർഡിംഗ് കൊട്ടേഷൻസ്, analysis of quotations, preparing purchase order, tracking the purchase item, preparing
ഗുഡ് റെസിപ്റ്റ് നോട്ട്സ് ആൻഡ് അപ്ഡേറ്റിംഗ് സ്റ്റോക്സ് ആൻഡ് വാരിയസ് റിപ്പോർട്ട്സ്. അപ്പോൾ ഇത്രയും ഫംഗ്ഷനാലിറ്റീസ് ആയിരിക്കും പർച്ചേസ് മൊഡ്യൂളിൽ ഉണ്ടാവുന്നത്. ഈ ഒരു പർച്ചേസ് മൊഡ്യൂൾ എന്ന് പറയുന്നത് ഇൻവെൻട്രി മൊഡ്യൂൾ ആൻഡ് എഞ്ചിനീയറിംഗ് ഓർ പ്രൊഡക്ഷൻ മൊഡ്യൂളുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. എന്തിനാണ്? സ്റ്റോക്സ് അപ്ഡേഷൻസ് ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. പിന്നെ അടുത്ത പറയുന്ന മൊഡ്യൂൾ എന്ന് പറയുന്നത് ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിംഗ് മൊഡ്യൂളാണ്. ഇവിടെ എന്താണ്? മണി ഫ്ലോ, അതായത് എല്ലാ ഇൻഫ്ലോ ആൻഡ് ഔട്ട്ഫ്ലോ മണി എന്താണ് ഇവിടെ ഫിനാൻസ് മൊഡ്യൂളിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും. അതേപോലെ തന്നെ അക്കൗണ്ട് റിലേറ്റഡ് ട്രാൻസാക്ഷൻസും ഈ ഒരു മൊഡ്യൂളിൽ മാനേജ് ചെയ്യുന്നതായിരിക്കും. അക്കൗണ്ട് റിലേറ്റഡ് ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ എക്സ്പെൻഡിച്ചേഴ്സ്, ബാലൻസ് ഷീറ്റ്, അക്കൗണ്ട് ലെഡ്ജേഴ്സ്, ബഡ്ജറ്റിംഗ്, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്, പേയ്മെൻറ്റ് റെസീപ്റ്റ്സ്, ടാക്സ് മാനേജ്മെൻറ്റ് എക്സെട്ര ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ട് റിലേറ്റഡ് ട്രാൻസാക്ഷൻസ് എല്ലാം ഈ ഒരു മൊഡ്യൂളിൽ എന്തായിരിക്കും? ട്രാക്ക് ചെയ്യുന്നതായിരിക്കും, അതേപോലെ തന്നെ മാനേജ് ചെയ്യുന്നതായിരിക്കും. ഈ ഒരു ഇ ആർ പിയിൽ വരുന്ന ഈ ഒരു ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് മൊഡ്യൂളിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്ന ഒരു ഈസി ടാസ്ക് ആക്കിയിട്ട് മാറ്റാൻ സാധിക്കും. അതേപോലെ തന്നെ എന്താണ്? ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസ് എല്ലാം ഈ ഒരു ഫിനാൻഷ്യൽ മൊഡ്യൂളിലൂടെ നമുക്ക് അവൈലബിൾ ആവുന്നതായിരിക്കും. നെക്സ്റ്റ് പറയുന്ന മൊഡ്യൂൾ കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ. ഇവിടെ എന്തായിരിക്കും? കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ എന്തിനായിരിക്കും? കസ്റ്റമേഴ്സുമായിട്ടുള്ള റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരിക്കും. നമുക്ക് ഒരു ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സെയിൽസ് പെർഫോമൻസ് എങ്ങനെ ബൂസ്റ്റ് ചെയ്യാൻ സാധിക്കുക? ആ ഒരു ബെറ്റർ കസ്റ്റമർ സർവീസിലൂടെയും കസ്റ്റമർ റിലേഷൻഷിപ്പിലൂടെയും ആയിരിക്കും അല്ലേ? അപ്പോൾ ഈ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മൊഡ്യൂളിൽ കസ്റ്റമർ ഡീറ്റെയിൽസ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ഇവിടെ എന്താണ്? കസ്റ്റമേഴ്സിൻ്റെ ഡീറ്റെയിൽഡ് ഇൻഫോർമേഷൻസ് മാനേജ് ചെയ്യാനും ട്രാക്ക് ചെയ്യാനും ഈ ഒരു മൊഡ്യൂൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് പറയുമ്പോൾ അതിൽ കമ്മ്യൂണിക്കേഷൻ ഹിസ്റ്ററി വരും, കോൾസ് വരും, മീറ്റിംഗ്സ് വരും, ഡീറ്റെയിൽസ് ഓഫ് പർച്ചേസസ് മെയ്ഡ് ബൈ ദ കസ്റ്റമേഴ്സ് വരും, കോൺട്രാക്ട് ഡ്യൂറേഷൻസ് എക്സെട്ര ഇത്ര കാര്യങ്ങൾ ഈ ഒരു കസ്റ്റമർ ഇൻഫോർമേഷൻസിൽ വരുന്നതായിരിക്കും. ഈ ഒരു കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ് മൊഡ്യൂൾ എന്ന് പറയുന്നത് സെയിൽസ് മൊഡ്യൂളുമായിട്ട് ഇൻ്റഗ്രേറ്റഡ് ആണ്. എന്തിനാണ്? സെയിൽസ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇനി നെക്സ്റ്റ് പറയുന്ന മൊഡ്യൂൾ എഞ്ചിനീയറിംഗ് ഓർ പ്രൊഡക്ഷൻ മൊഡ്യൂളാണ്. ഈ ഒരു പ്രൊഡക്ഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത് കൂടുതലായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രീസിനെയാണ്. ഈ ഒരു മൊഡ്യൂളിൽ വരുന്ന ഫങ്ഷനാലിറ്റീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൊഡക്ഷൻ പ്ലാനിങ്, മെഷീൻ ഷെഡ്യൂളിംഗ്, റോ മെറ്റീരിയൽ യൂസേജ്, ബിൽ ഓഫ് മെറ്റീരിയൽ പ്രിപ്പറേഷൻ, ട്രാക്ക് ഡെയിലി പ്രൊഡക്ഷൻ പ്രോഗ്രസ്, പിന്നെ ഫോർകാസ്റ്റിംഗ് ആൻഡ് ആക്ച്വൽ പ്രൊഡക്ഷൻ റിപ്പോർട്ടിംഗ്. അപ്പോൾ ഇത്ര ഫങ്ഷനാലിറ്റീസ് ആയിരിക്കും ഈ ഒരു എഞ്ചിനീയറിംഗ് ഓർ പ്രൊഡക്ഷൻ മൊഡ്യൂളിൽ വരുന്നത്. നെക്സ്റ്റ് പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആണ്. ലാസ്റ്റ് മൊഡ്യൂൾ പറയുന്നത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ആണ്. ഇവിടെ എന്താണ്? പ്രൊഡക്റ്റ് ഐറ്റംസിൻ്റെ ഫ്ലോ ആണ് മാനേജ് ചെയ്യുന്നത്. അതായത് മാനുഫാക്ചറിൽ നിന്നും കൺസ്യൂമറിലേക്കും കൺസ്യൂമറിൽ നിന്നും മാനുഫാക്ചറിലേക്കുമുള്ള പ്രൊഡക്റ്റ് ഫ്ലോ ആണ് ഇവിടെ മാനേജ് ചെയ്യുന്നത്. ഇവിടെ വരുന്ന കോമൺ റോൾസ് ഇൻവോൾവ്ഡ് എന്ന് പറയുന്നത് ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്ന കോമൺ റോൾസ് ആർക്കൊക്കെ വരുന്നത് വെച്ചാൽ മാനുഫാക്ചറർ, സൂപ്പർ സ്റ്റോക്കിസ്റ്റ്, ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, റീറ്റെയിലേഴ്സ് എക്സെട്ര ഇവർക്കാണ് ഇവിടെ എന്താണ് കോമൺ ആയിട്ട് റോൾസ് വരുന്നത്. ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ എന്താണ് ഡിമാൻഡ് ആൻഡ് സപ്ലൈ മാനേജ്മെൻറ്റ് ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. സെയിൽസ് റിട്ടേൺസ് ആൻഡ് റീപ്ലേസിംഗ് പ്രോസസ്, ഷിപ്പിംഗ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ ട്രാക്കിംഗ്, ഇങ്ങനെ ഈ ഒരു കാര്യങ്ങൾ എക്സെട്ര ഇത്രയും കാര്യങ്ങൾ ഈ ഒരു സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഇൻവോൾവ് ചെയ്യുന്നതാണ്. അപ്പം ഇത്രയാണ് നമ്മുടെ ഈ ഒരു ഇ ആർ പിയിൽ വരുന്ന ബേസിക് ആൻഡ് കോമൺ മൊഡ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഈസ് ഇ ആർ പി ഓൾവേസ് ആൻഡ് ഇൻ ഹൗസ് സിസ്റ്റം. ഇവിടെ നോ എന്നാണ് പറയുന്നത്. എന്നാലും ട്രഡീഷണൽ ഇ ആർ പി സോഫ്റ്റ്വെയർ പാക്കേജസ് എന്ന് പറയുന്നത് ഇപ്പോഴും ഒരു ഇൻ ഹൗസ് സിസ്റ്റം ആണ്. പിന്നെ പറയുന്നത് ഇപ്പോൾ ഇ ആർ പി കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇപ്പോൾ എന്ന് പറയുമ്പോൾ എന്താണ് IT ഡിപ്പാർട്ട്മെൻറ്റ്, അതായത് ഇൻഫോർമേഷൻ ടെക്നോളജി ഡിപ്പാർട്ട്മെൻറ്റ്സിന് മുകളിലുള്ള ബർഡൻ കുറയ്ക്കണം എന്നാണ് ഉള്ളത്. അതേപോലെ തന്നെ ഇ ആർ പി വെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഈ മാർക്കറ്റ് ഡിമാൻഡ്സ് എന്ന് പറയുന്നത് എപ്പോഴും ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതാണല്ലേ. അപ്പോൾ ആ ഒരു ചേഞ്ച് ചെയ്തിരിക്കുന്ന മാർക്കറ്റ് ഡിമാൻഡിനൊപ്പം തന്നെ അവരുടെ കവറേജ് ഓപ്ഷൻസ് എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇ ആർ പി വെൻഡേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളൊരു മെയിൻ പർപ്പസ്, അല്ലെങ്കിൽ അവർ ഫോക്കസ് ചെയ്യുന്ന മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയാം. പിന്നെ പറഞ്ഞ ഈ ഒരു ഇൻഹൗസ് ഇ ആർ പിക്ക് പകരമായിട്ടുള്ള ഒരു മോസ്റ്റ് പോപ്പുലർ ഇ ആർ പി സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഒന്ന് ക്ലൗഡ് ഇ ആർ പി ആണ്. ക്ലൗഡ് ഇ ആർ പി എന്ന് പറയുന്നത് എന്താണ്? ക്ലൗഡ് ഇ ആർ പി ഹോസ്റ്റ് ചെയ്യുന്നതും മെയിൻറ്റെയിൻ ചെയ്യുന്നതും ഔട്ട്സൈഡ് പ്രൊവൈഡേഴ്സ് ആണ്. ഈ ഒരു ക്ലൗഡ് ഇ ആർ പി എന്ന് പറയുന്നത് കൂടുതലും സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പനീസിനെയാണ്
അട്രാക്ട് ചെയ്യുന്നത്. അതായത് ഈ ഒരു സ്മോൾ ആൻഡ് മിഡ് സൈസ് കമ്പനീസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് IT ഫണ്ട്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ കോംപ്ലക്സ് ഇന്റേണൽ സിസ്റ്റം മാനേജ് ചെയ്യാനുള്ള സ്റ്റാഫ്സും കുറവായിരിക്കും. ഈ ഒരു ക്ലൗഡ് ERP സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്ലെക്സിബിൾ ആണ്. ഇവിടെ കസ്റ്റമേഴ്സിന് അവർക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫോർമേഷൻസും ഫങ്ഷനാലിറ്റീസും അവിടുന്ന് ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അവർക്ക് ആവശ്യമില്ലാത്ത മൊഡ്യൂൾസിന് വേണ്ടിയിട്ട് അവിടെ പേയ്മെൻറ്റ്സ് നടത്തേണ്ട ആവശ്യം വരുന്നില്ല. ഈ ഒരു ക്ലൗഡ് ERP സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ നമുക്ക് എപ്പോൾ എവിടെ വെച്ച് വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ കൂടിയാണ്. പക്ഷെ എന്നാലും ഇതിൽ കുറച്ച് ബഗ്സ് വരുന്നുണ്ട്. എന്തൊക്കെയാ വെച്ചാൽ അവിടെ കുറച്ച് സെക്യൂരിറ്റി ഇഷ്യൂസ് വരാനുള്ള ചാൻസസ് ഉണ്ട്. അതായത് നമ്മൾ സെൻസിറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഡാറ്റാസും ട്രേഡ് സീക്രട്സും ഷെയർ ചെയ്യുന്ന സമയത്ത് അവിടെ എന്താണ് ഹാക്കേഴ്സ് അറ്റാക്കും വൈറസ് അറ്റാക്കും ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ പറയുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് കണക്ടിവിറ്റി ഇഷ്യൂസ് ആണ്. അവിടെ എന്തെങ്കിലും കണക്ടിവിറ്റി ഇഷ്യൂസ് വരികയാണെങ്കിൽ അവിടെ IT ഡിപ്പാർട്ട്മെന്റിനെ തന്നെ മീറ്റ് ചെയ്തിട്ട് വേണം ആ ഒരു ഇഷ്യൂസ് അവിടെ ഫിക്സ് ചെയ്യാൻ. പിന്നെ സെക്കൻഡ് പറയുന്ന ഒരു ERP എന്ന് പറയുന്നത് 2 ടയർ ERP ആണ്. ഇതും നമ്മുടെ ഇൻഹൗസ് സിസ്റ്റത്തിന് ഒരു ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ERP സോഫ്റ്റ്വെയർ ആണ് ഈ ഒരു 2 ടയർ ERP എന്ന് പറയുന്നത്. ഇത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് നാഷണൽ ആൻഡ് മൾട്ടിനാഷണൽ കമ്പനീസ് ആണ്. ഇവിടെ ഒരു വൺ ലാർജ് ERP സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. എന്തിനാണ് ഒരു എൻറ്റയർ കമ്പനിയിൽ വരുന്ന എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതേപോലെ തന്നെ ഇവിടെ സ്മോളർ ERPയും ഇംപ്ലിമെന്റ് ചെയ്യുന്നതാണ്. എന്തിനാണ് ഇൻഡിവിജ്വൽ ബിസിനസ് യൂണിറ്റ്സിനെ സെർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഈ ഒരു മോഡൽ കൂടുതലായിട്ട് യൂസ്ഫുൾ ആവുന്ന കമ്പനീസ് ഏതൊക്കെയാ വെച്ചാൽ ഇപ്പോൾ ഒരുപാട് ബ്രാഞ്ചസും ഡിവിഷൻസും സെപ്പറേറ്റ് പ്ലാൻസും അതായത് കൺട്രിയിൽ അക്രോസ് ആയിട്ട് ഡിഫറെൻറ്റ് ബ്രാഞ്ചസും ഡിവിഷൻസും സെപ്പറേറ്റ് പ്ലാൻസും ഉള്ള കമ്പനീസിന് ഇത് ഒരുപാട് യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ പറഞ്ഞ ഈ ഒരു 2 ടയർ ERP സിസ്റ്റത്തിൽ ചിലപ്പം 2 ഇൻഹൗസ് സിസ്റ്റം ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഒരു 1 ഇൻഹൗസ് സിസ്റ്റം ആൻഡ് 1 ക്ലൗഡ് ERP സർവീസസ് ആയിരിക്കും ഇൻക്ലൂഡഡ് ആവുന്നത്. നെക്സ്റ്റ് പറയുന്നത് ഹൗ ഈസ് ERP ഡിഫറെൻറ്റ് ഫ്രം MRP ആണ്. MRP എന്ന് പറയുന്നത് മെറ്റീരിയൽ റിക്വയർമെന്റ് പ്ലാനിംഗ് ആണ്. ഇത് നമ്മുടെ ഇന്നത്തെ ERP സിസ്റ്റത്തിന്റെ പ്രെഡിസസർ ആണ്. ഇത് ഡെവലപ്പ് ചെയ്തത് 1970s ഈ ഒരു MRP കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഇൻവെന്ററി സൈഡ് ഓഫ് മാനുഫാക്ചറിങ്ങിലാണ്. ഈ ഒരു MRP സിസ്റ്റത്തിന്റെ പേർപ്പസ് എന്താന്ന് വെച്ചാൽ എന്താണ് ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സ് അവിടെ നടക്കുമ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ പ്രോസസ്സിൽ ആവശ്യമായിട്ടുള്ള എത്രത്തോളം പാർട്സ് ആ ഒരു പ്രൊഡക്റ്റ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എന്തൊക്കെ പാർട്സ് ആണ് ആവശ്യമായിട്ട് വരുന്നത്, അതേപോലെ തന്നെ അവിടെ എന്താണ് എത്രത്തോളം പാർട്സ് ആണ് അവിടെ ഓർഡർ ചെയ്യേണ്ടത്, ആ ഒരു പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള എത്രത്തോളം പാർട്സ് ആണ് അവിടെ ഓർഡർ ചെയ്യേണ്ടത്, പിന്നെ എത്രത്തോളമാണ് അവിടെ സ്റ്റോക്ക് ആയിട്ട് കീപ്പ് ചെയ്യേണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഈ ഒരു MRP സിസ്റ്റത്തിൽ മാനേജ് ചെയ്യുന്നത്. പിന്നീട് ഇങ്ങനെ മാർക്കറ്റ് ഡിമാൻഡ്സും അതേപോലെ തന്നെ ബിസിനസ് എൻവയോൺമെന്റിൽ ചേഞ്ചസ് വരുന്നതിനനുസരിച്ചും ഈ ഒരു മാനുഫാക്ചേഴ്സിന്റെ സൈഡിൽ നിന്നായാലും ഈ ഒരു സിസ്റ്റത്തിന്റെ എക്സ്പാൻഷന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമായിരുന്നു. അതായത് എന്താണ് ഈ ഒരു ബിസിനസ്സിൽ വരുന്ന പേറോള്, കപ്പാസിറ്റി പ്ലാനിങ്, ഷെഡ്യൂളിംഗ്, ഷോപ്പ് ഫ്ലോർ കൺട്രോൾ ആൻഡ് സപ്ലൈ മാനേജ്മെന്റ് ഇങ്ങനെയുള്ള ഏരിയാസിലേക്കും കൂടി ഇത് എക്സ്പാൻഡ് ചെയ്ത് വരാനുള്ള റിക്വസ്റ്റ് അവരുടെ സൈഡിൽ നിന്നും എന്താണ് ഫ്രീക്വന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നതിന്റെ റിസൾട്ടായിട്ട് ഒരു MRP 2 അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് മെറ്റീരിയൽ റിസോഴ്സ് പ്ലാനിങ്. ഇതെന്താണ് ആ ഒരു ഇൻഫോർമേഷൻ ഗ്യാപ്സ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നീടും എന്താണ് ഡിമാൻഡ്സ് ഇങ്ങനെ വളർന്നോണ്ടനുസരിച്ചാണ് നമ്മുടെ ERP സിസ്റ്റം അവിടെ വന്നിരിക്കുന്നത്. അതായത് ERP സിസ്റ്റം ബോൺ ആയത്. ഈ ഒരു MRP ആൻഡ് MRP 2 എന്ന് പറയുന്നത് കൂടുതൽ മാനുഫാക്ചറിങ് ഫോക്കസ്ഡ് ആണ്. എന്നാൽ ERP എന്ന് പറയുമ്പോൾ എന്തായിരിക്കും ഒരു എന്റർപ്രൈസിന്റെ ടോപ്പ് ടു ഡൗൺ വരെ വരുന്ന എല്ലാ ഏരിയാസും മാനേജ് ചെയ്യുന്നതായിരിക്കും ERP എന്ന് പറയുന്നത്. പിന്നെ പറയുന്ന ഈ ഒരു ഹെൽത്ത് കെയർ, ഹയർ എഡ്യൂക്കേഷൻ, റീറ്റെയിൽ, ഇൻഷുറൻസ്, ബാങ്കിങ് ആൻഡ് മീഡിയ എന്നുള്ള ഏരിയാസിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റാൻഡേർഡ് ബിസിനസ് ആപ്ലിക്കേഷൻ കൂടിയാണ് ഈ ഒരു ERP എന്ന് പറയുന്നത്, എന്റർപ്രൈസ് റിസോഴ്സ് പ്ലാനിംഗ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഈസ് ചൂസിങ് ആൻ ERP സിസ്റ്റം ഡിഫിക്കൽട്ട് ആണോ. ഒരു ERP സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുക എന്നുള്ളത് അത്രത്തോളം ഡിഫിക്കൽട്ട് അല്ല. പക്ഷേ ERP സോഫ്റ്റ്വെയറിന്റെ സെലക്ഷൻ എന്ന് പറയുന്നത് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻ ആണ്. ഒരു കമ്പനിയിൽ ഒരു ERP സോഫ്റ്റ്വെയർ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട്, അതായത് ഒരു ERP സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യേണ്ട വെൻഡേഴ്സിനെ സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് ആ ഒരു കമ്പനീസ് അവരുടെ നീഡ്സ് ആൻഡ് റിക്വയർമെൻറ്റ്സ്, അവരുടെ ഗോൾസ് ആൻഡ് റിക്വയർമെൻറ്റ്സ് ക്ലിയർലി അവിടെ ഡിഫൈൻ ചെയ്തിരിക്കണം.
അതേപോലെ തന്നെ ഒരു മാർക്കറ്റ് ആവട്ടെ, ആ ഒരു മാർക്കറ്റിൽ എന്താണ് ഒരുപാട് ERP വെൻഡേഴ്സ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഓരോ വർഷവും ഇയർ ആഫ്റ്റർ ഇയർ ന്യൂ പ്രൊഡക്ട്സ് അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ. അപ്പം നമ്മളൊരു സിസ്റ്റം, നമ്മുടെ കമ്പനിക്ക് ഐഡിയൽ ആയിട്ടുള്ള ഒരു സിസ്റ്റം ചൂസ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മൾ ആ ഒരു സിസ്റ്റത്തെ പറ്റിയിട്ട് എന്താണ് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കി എടുക്കുക എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ബിസിനസ്സിന്റെ ഒരു ഏരിയ മാത്രം ടച്ച് ചെയ്യുന്നതല്ല, ബിസിനസ്സിന്റെ എല്ലാ ഏരിയാസും ടച്ച് ചെയ്യുന്നതായിരിക്കും. ഒരു ബിസിനസ്സിന്റെ ടോപ്പ് ടു ഡൗൺ വരെ വരുന്ന എല്ലാ ആക്ടിവിറ്റീസും മാനേജ് ചെയ്യുന്നതായിരിക്കും സിസ്റ്റം. അതുകൊണ്ട് തന്നെ ഈ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് അവിടെ ഒരു ഡെഡിക്കേറ്റഡ് പ്രൊജക്ട് ടീം എന്ന് പറയുന്നത് അത്യാവശ്യമാണ്. ആ ഒരു പ്രൊജക്ട് ടീമിൽ, ആ ഒരു ഡെഡിക്കേറ്റഡ് പ്രൊജക്ട് ടീമിൽ എന്താണ് ഐ ടി ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന സ്റ്റാഫ് മെമ്പേഴ്സും അതേപോലെ തന്നെ അപ്പർ മാനേജ്മെന്റിൽ വരുന്ന സ്റ്റാഫ് മെമ്പേഴ്സും ഉണ്ടായിരിക്കണം. പിന്നെ പറയുന്ന ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരു എക്സിസ്റ്റിംഗ് സോഫ്റ്റ്വെയർ സിസ്റ്റം ഉണ്ടെങ്കിൽ അവിടെ ന്യൂ സിസ്റ്റം റീപ്ലേസ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അവിടെ ഒരു ന്യൂ സിസ്റ്റം റീപ്ലേസ് ചെയ്യല്ല ചെയ്യുന്നത്. അതിന് പകരം എന്തായിരിക്കും അവിടെ വരുന്ന പ്രീ സെലക്ഷൻ പ്രോസസ്സിൽ എങ്ങനെ ഈ ഒരു സിസ്റ്റം അതിലേക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യാം എന്നുള്ള പ്ലാനിങ് ആണ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ പറയുന്നത് നമ്മളൊരു സിസ്റ്റം അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പായിട്ടും അതിന് ശേഷവും അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് അവിടെ ഉണ്ടായിരിക്കണം. സോഫ്റ്റ്വെയർ ഇംപ്ലിമെന്റ് ചെയ്യുന്നതിന് മുമ്പും അതിന് ശേഷവും എന്താണ് ആ ഒരു സോഫ്റ്റ്വെയറിനെ പറ്റി മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോപ്പർ ട്രെയിനിങ് അവിടെ ഉണ്ടായിരിക്കണം. ഒരു സിസ്റ്റം ഒരു ഓർഗനൈസേഷനിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടെക്നോളജിക്കൽ ചേഞ്ച് മാത്രമല്ല കൊണ്ടുവരുന്നത്, അവിടെ ഒരു കൾച്ചറൽ ചേഞ്ചും കൂടിയാണ് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് എംപ്ലോയീസ് ആ ഒരു ന്യൂ ചേഞ്ചുമായിട്ട് കോപ്പപ്പ് ചെയ്യണം, അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം, ആ ഒരു ന്യൂ സോഫ്റ്റ്വെയറുമായിട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്ത് വർക്ക് ചെയ്ത് തുടങ്ങണം. ഓക്കെ. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ഗ്രേറ്റസ്റ്റ് ബെനിഫിറ്റ് ഓഫ് യൂസിങ് ആണ്. ഒരു സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്താണ് റിയൽ ടൈം ഡാറ്റാസ് വിസിബിൾ ആവുന്നതായിരിക്കും. അതേപോലെ തന്നെ എന്താണ് നമുക്ക് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള ഇൻഫോർമേഷൻസും അവൈലബിൾ ആവുന്നതായിരിക്കും. ഈ ഒരു എന്ന് പറയുന്നത് എന്തായിരിക്കും, ഈ ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് വരുന്ന ചേഞ്ചസിനോട് ക്വിക്കായിട്ട് റെസ്പോണ്ട് ചെയ്യാൻ ബിസിനസ്സിനെ ഇത് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു സോഫ്റ്റ്വെയറിൻ്റെ വിസിബിലിറ്റി എന്ന് പറയുന്നത് ജസ്റ്റ് ലിമിറ്റഡ് അല്ല, അത് ലിമിറ്റ്ലെസ് ആണ്. ഇവിടെ നമുക്ക് ഔട്ട്സൈഡ് പാർട്ടീസ് എന്ന് പറയുമ്പോൾ കാരിയേഴ്സ്, പാർട്ട്നേഴ്സ്, സപ്ലയേഴ്സ്, ബിസിനസ്സുമായി ഡയറക്റ്റ് ആയിട്ടോ ഇൻഡയറക്റ്റ് ആയിട്ടോ ബന്ധപ്പെടുന്ന അതർ പാർട്ടീസുമായിട്ട് നമുക്കിവിടെ ഡാറ്റാസ് ഷെയർ ചെയ്യാനും കണക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് ഒരു 6 ബെനിഫിറ്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വൺ എന്താ പറയുന്നതെന്ന് വെച്ചാൽ, ഈ ഒരു പിയിൽ ഒരു എൻ്റർപ്രൈസിൻ്റെ ഫങ്ഷണൽ സൈഡ്സ് എല്ലാം അനലൈസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എന്താണ് ഇറവലൻറ്റ് ബിസിനസ് ഫങ്ഷൻസ് ഇവിടെ റിമൂവ് ചെയ്യുന്നതായിരിക്കും. ഇനി സെക്കൻഡ് പറയുന്നത് എന്താ വെച്ചാൽ, ഇവിടെ ഈ ഒരു ഈച്ച് ഡിപ്പാർട്ട്മെൻറ്റ്സിന് ഒരു യുണീക്ക് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ വർക്കിംഗ് പ്രോസസ്സ് എല്ലാം ഓട്ടോമേറ്റ് ചെയ്യുന്നതായിരിക്കും. ഇനി തേർഡ് വൺ പറയുന്നത് ഇവിടെ സിംപ്ലിഫൈഡ് വർക്കിംഗ് പ്രോസസ്സ് ആണ്. ഫോർത്ത് വൺ പറയുന്നത് ഇവിടെ ഡാറ്റാബേസിൽ ഓൾറെഡി ഇൻഫോർമേഷൻസ് എല്ലാം സ്റ്റോർഡ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് അതേപോലെ തന്നെ ഇൻഫോർമേഷൻസും എക്സ്ചേഞ്ച് ചെയ്യാം. ഇന്ന സിസ്റ്റവുമായിട്ട് നമുക്ക് ഇൻഫോർമേഷൻസ് എക്സ്ചേഞ്ച് ചെയ്യാവുന്നതേ ഉള്ളൂ. ഫിഫ്ത്ത് ബെനിഫിറ്റ് പറയുന്നത് എന്താ വെച്ചാൽ, നമുക്കറിയാം ഒരു സോഫ്റ്റ്വെയറിൽ നമ്മൾ ഒരുപാട് മൊഡ്യൂൾസ് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. ആ ഒരു മൊഡ്യൂൾസ് എല്ലാം ഇവിടെ ഇൻ്റഗ്രേറ്റഡ് ആണ്, കണക്റ്റഡ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു മൊഡ്യൂളിൽ നിന്ന് മറ്റൊരു മൊഡ്യൂളിൻ്റെ ഔട്ട്പുട്ടും ഇവിടെ ആക്സസ് ചെയ്യാൻ സാധിക്കും. ഇത് ടൈം റെഡ്യൂസ് ചെയ്യാനും നമ്മുടെ എനർജി കൺസംഷൻ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ സിക്സ്ത് ബെനിഫിറ്റ് പറയുന്നത് ഇൻക്രീസ്ഡ് പെർഫോമൻസ് ആൻഡ് സ്റ്റേബിൾ ഇംപ്ലിമെൻറ്റേഷൻ. ഇത്രയാണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്ന അഡ്വാൻറ്റേജസ് ഓഫ് സിസ്റ്റമാണ്. ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് നമുക്ക് അക്യുറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റിംഗ് നടത്താൻ സാധിക്കും. അതായത് ഫ്യൂച്ചർ പ്ലാൻസ് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളിവിടെ ഇൻവെൻട്രി ലെവൽസ് എല്ലാം അക്യുറേറ്റ് ആയിട്ട് ഫോർകാസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് എഫിഷ്യൻസി മാക്സിമൈസ് ചെയ്യാനും ഓർഗനൈസേഷന് പ്രോഫിറ്റബിലിറ്റി അറ്റൈൻ ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമുക്കറിയാം വാരിയസ് ഡിപ്പാർട്ട്മെൻറ്റ്സ് എല്ലാം ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ കമ്മ്യൂണിക്കേഷൻ പ്രൊഡക്ടിവിറ്റി ആൻഡ് എഫിഷ്യൻസി എൻഷുർ ചെയ്യുന്നതാണ്. പിന്നെ തേർഡ് അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സോഫ്റ്റ്വെയർ അഡോപ്റ്റ് ചെയ്യുന്നതിലൂടെ പല സിസ്റ്റത്തിൻ്റെ ഇടയിൽ വരുന്ന കോർഡിനേറ്റിംഗ് ചേഞ്ചസ്, പല സിസ്റ്റത്തിൻ്റെ ഇടയിൽ വരുന്ന
ചേഞ്ചസ് കോർഡിനേറ്റ് ചെയ്യുമ്പോൾ വരുന്ന പ്രോബ്ലംസ് ഇവിടെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഇനി ഫോർത്ത് പോയിന്റ് പറയുന്നത്, ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ ഒരു ഓർഗനൈസേഷന് ടോപ്പ് ടു ഡൗൺ വരെയുള്ള വ്യൂ ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ എന്താ, നമുക്ക് ഒരു ബെറ്റർ ഡിസിഷൻസ് എടുക്കാൻ ഏതൊരു ടൈമിൽ എപ്പോൾ വെച്ച് അത് മീൻസ് ഏതൊരു ടൈമിൽ എവിടെ വെച്ച് ഏതൊരു ഡിവൈസിൽ നിന്നും നമുക്ക് ഡിസിഷൻസ് എടുക്കാനുള്ള ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് നാലുമാണ് അഡ്വാൻറ്റേജസ് ഓഫ് ERP സിസ്റ്റം. നെക്സ്റ്റ് പറയുന്ന ഡിസഡ്വാൻറ്റേജസ് ഓഫ് ERP സിസ്റ്റം ആണ്. ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ്, ഈ ഒരു ERP സിസ്റ്റം അഡോപ്റ്റ് ചെയ്യുക എന്നുള്ളത് ഇത്തിരി എക്സ്പെൻസീവ് ആണ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താ വെച്ചാൽ, ഈ ഒരു ERP സിസ്റ്റത്തിൽ, ഈ ഒരു ERP സോഫ്റ്റ്വെയറിൽ ബൗണ്ടറീസ് കുറവാണ്. അതുകൊണ്ട് തന്നെ കമ്പനീസ് ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, കമ്പനീസിൽ എന്തെങ്കിലും പ്രോബ്ലംസ് വരികയാണെങ്കിൽ അതിൻ്റെ ബ്ലെയിം ആര് ഏറ്റെടുക്കും, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ആര് ഏറ്റെടുക്കും, അതേപോലെ തന്നെ എംപ്ലോയീസ് മോറലിനെ അത് ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഇത് രണ്ടുമാണ് ERP സിസ്റ്റത്തിൻ്റെ ഡിസഡ്വാൻറ്റേജസ്.